ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് തോന്നുക അനുമോളിനെയാണ് കൂടുതൽ ഫയർ ചെയ്തത്, ജിസേലിനെ ജസ്റ്റ് തലോടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ എന്നാണ്. എന്നാൽ അനുമോളിൻ്റെ അടുത്ത് ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും പറഞ്ഞ ഒരേ ഒരു കാര്യം അനുമോളുടെ വീക്ക് പോയിന്റിനെ കുറിച്ച് മാത്രമാണ്. ചില കാര്യങ്ങളെ നേരിടേണ്ടത് കരച്ചിലൂടെയല്ല, ഇമോഷണൽ ആവുന്ന സമയത്ത് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അവരെ ഞാൻ കൊല്ലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതായത് അനുമോളിൻ്റെ വീക്ക് സൈഡ് കറക്റ്റായിട്ട് ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യം പോലും കോമൺ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അനുമോൾ അവിടെ ചെയ്ത ഒരു കാര്യത്തിലും ലാലേട്ടൻ അനുമോൾക്കെതിരെ പറഞ്ഞിട്ടേയില്ല. പകരം ജിസേലിൻ്റെ പുറകെ നടന്ന് അതൊക്കെ കണ്ടുപിടിച്ചതിന് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അനുമോൾ അവിടെ ചില ബോയ്സിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുവഴി എന്താണ് സംഭവിക്കാൻ പോണത്? ഒറ്റബുദ്ധിക്കാരനായിട്ടുള്ള ശരത്തിൻ്റെ കൺട്രോളിങ് ചരട് കയ്യിലുള്ള അക്ബറും ഇവർക്ക് രണ്ടുപേർക്കും അത് ഹർട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുമോളെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യും. ഓൾറെഡി ശരത്തിന് അനുമോളെ ഇപ്പം തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി മൊണ്ണകളാണെന്ന് പറഞ്ഞതിലൂടെ കൂടുതൽ ദേഷ്യവും വെറുപ്പും ഒക്കെ ഇവർക്കുണ്ടായി. അനീഷിൻ്റെ പുറകെ നടന്ന് വെറുപ്പിച്ചതുപോലെ അനുമോളുടെ പുറകെ നടന്ന് വെറുപ്പിച്ചും ജിസേലിനെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ പൂർണ്ണമായിട്ടും മൊണ്ണകളാണെന്ന് ഇവർ തെളിയിക്കും. അങ്ങനെ കയ്യിൽ കിട്ടുന്ന അവസരത്തെ അനുമോൾ നന്നായിട്ട് ഉപയോഗിക്കുകയും കൂടെ ചെയ്താൽ അനുമോൾക്ക് ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് ഇരട്ടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അനുമോൾ കൂടുതൽ ഡൗൺ ആവുകയും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുമോളാവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുക. അതുവഴി അനുമോളുടെ ഗ്രാഫ് താഴേക്ക് പോവുകയും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കുറയാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ലാലേട്ടൻ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആക്കിയെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ജിസേലിൻ്റെ റൂൾ ബ്രേക്കിങ്ങിനെതിരെ മറ്റാരും റിയാക്ട് ചെയ്യാത്തത് എന്താണ്? അവിടെ ആർക്കും അങ്ങനെ ഒരു പ്രത്യേകത വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനുമോൾ ചെയ്തതെന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് ഈ ജിസേലിനെതിരെ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഈ ജിസേൽ റൂള് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞൊരു കാരണത്തെ അനീഷ് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. വൂണ്ട് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്നിട്ട് ഇതൊക്കെ മോഷ്ടിച്ച് ഉപയോഗിച്ചതെന്നാണ് ജിസേൽ പറയുന്നത്. അതിനെ അനീഷ് ചോദ്യം ചെയ്തിട്ട് പറയുന്നു, ഈ റൂൾ ബ്രേക്കിംഗ് ചോദ്യം ചെയ്യപ്പെട്ടാൽ നമുക്ക് ആർക്കും കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യം ജിസേൽ വളരെ ആലോചിച്ച് കണ്ടെത്തി പറഞ്ഞതാണ് എന്നാണ് അനീഷ് പറയുന്നത്. ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ ലാലേട്ടൻ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഉപയോഗിക്കണം. അതാണ് എത്തിക്സ്. അതല്ലേ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കേണ്ട രീതി എന്ന് ജിസേലിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ജിസേൽ പ്രോപ്പർ വേയിൽ പോകാതെ റൂള് ബ്രേക്ക് ചെയ്ത് വളഞ്ഞ വഴിയിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പം ജിസേൽ എത്തിക്സ് ഇല്ലാത്ത ഗെയിമാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ അനു പറഞ്ഞതുപോലെ അല്ല ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ അനു പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അവർ കൂടുതൽ തെളിയിക്കും. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ജിസേൽ ചെയ്യുന്ന റൂൾ ബ്രേക്കിങ്ങിനെതിരെ ഒരു അക്ഷരം പോലും പറയാതെ അന്ധമായിട്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയും ജിസേലിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചിവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത്, ജിസേലിൻ്റെ വഴിക്കാണ് ഗെയിം കളിക്കുന്നത്. ഇവരെ ആരെയും കൺസിഡർ ചെയ്തിട്ടല്ല. എന്നാൽ ഗെയിമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ജിസേലിന് കപ്പ് വാങ്ങിക്കൊടുക്കാൻ വന്നവരെ പോലെയാണ് ഈ അക്ബറും ശരത്തും ആര്യനും ഒക്കെ ഇപ്പം അവിടെ പെരുമാറുന്നത്. അവരുടെ ആ മണ്ടത്തരം ലാലേട്ടൻ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ സ്റ്റാർ കൊടുക്കുന്ന ടാസ്കിൽ നിന്നിട്ട് തെളിയിച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത ആഴ്ചത്തെ ഗെയിം കണ്ടിട്ട് പറയാം, ഇവിടെ അനുമോളാണോ എക്സ്പോസ്ഡ് ആവുന്നത്, അതല്ല ഈ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ എക്സ്പോസ്ഡ് ആവുന്നത് എന്നുള്ളത്.